തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയെ കൊന്നത് അമ്മാവൻ ഹരികുമാർ മാത്രമെന്ന് പോലീസ്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. സഹോദരിയായ ശ്രീധുവിനോടുള്ള വൈരാഗ്യമാണ് ദേവേന്ദു എന്ന 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊല്ലാൻ കാരണം. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനാൽ ഹരികുമാറിനെ വീണ്ടും ജയിലിലേക്ക് മാറ്റി. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, 2.5 വയസ്സുകാരിയായ ദേവേന്ദുവിന്റെ കൊലപാതകം ഏറെ ഞെട്ടലോടുകൂടിയാണ് കേരളം ഒന്നാകെ നോക്കിക്കണ്ടത്. ഈ കൊലപാതകത്തിന് പിന്നിൽ അമ്മാവനായ ഹരികുമാർ മാത്രമാണ് ഉള്ളത് എന്ന ഒരു നിഗമനത്തിലെത്തിയിരിക്കുകയാണോ പോലീസ്? പോലീസ് പറയുന്നത് പ്രകാരം ഹരികുമാർ മാത്രമാണ് ഈ കേസിലെ പ്രതി എന്നുള്ളതാണ്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് അമ്മയായ, അതായത് ഹരികുമാറിന്റെ സഹോദരിയായ ശ്രീധുവിനോടുള്ള വൈരാഗ്യമാണ് എന്നാണ് പറയുന്നത്. ഈ കൊലപാതകം നടന്ന ഈ കഴിഞ്ഞ മാസം 29-ാം തീയതി ശ്രീധുവിനെ ഈ ഹരികുമാറിന്റെ മുറിയിലേക്ക് വരാൻ പറയുന്നു. ആ സമയത്ത് ഈ കുഞ്ഞ് കരഞ്ഞതോടുകൂടി ഈ ശ്രീധു ഹരികുമാറിന്റെ മുറിയിലേക്ക് പോയി തിരിച്ചു വന്നു. ഇതാണ് ഈ പ്രകോപനത്തിന് കാരണം എന്നുള്ളതാണ് പറയുന്നത്. ആദ്യ വേളയിൽ ഈ ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അത്തരം പരസ്പരം ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിശോധനയിൽ മാനസിക പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തി. ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് ജയിലിലേക്ക് മാറ്റിയിരുന്നു. കാരണം ഈ മാനസിക പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്ന് ഈ ആരോഗ്യ വിദഗ്ധർ സ്ഥിരീകരിക്കേണ്ടിയിരുന്നു. പിന്നീട് ഇത്തരം മാനസിക പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തി റിപ്പോർട്ട് ലഭിച്ച ശേഷം വീണ്ടും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് വീണ്ടും ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കുറ്റപത്രം തയ്യാറാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകും. ഇപ്പോഴത്തെ പോലീസിന്റെ കണ്ടെത്തൽ പ്രകാരം ഹരികുമാർ മാത്രമാണ് ഈ കേസിലെ പ്രതി. 2.5 വയസ്സുള്ള സഹോദരി പുത്രിയെ കിണറ്റിൽ എറിഞ്ഞ് കൊല്ലാനുള്ളൊരു കാരണം ഈ സഹോദരിയോടുള്ള വൈരാഗ്യം ആണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. സാജിദ, ഇതിൽ അമ്മ ശ്രീധുവിന് പങ്കുണ്ടോ എന്നതായിരുന്നു പ്രധാനമായി ഉയർന്നിരുന്ന ചോദ്യം. കാരണം അമ്മാവൻ ഹരികുമാറും അതുപോലെ തന്നെ ശ്രീധുവുമായി നടത്തിയ ചില വാട്സ്ആപ്പ് ചാറ്റുകൾ, സന്ദേശങ്ങളൊക്കെ പോലീസിന് സംശയങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പക്ഷേ എന്നാൽ അതിലൊന്നും ശ്രീധുവിന് യാതൊരു തരത്തിലുമുള്ള പങ്കില്ല, ശ്രീധുവിന് ഈ കൊലപാതകത്തെക്കുറിച്ച് യാതൊരു അറിവില്ല എന്ന് തന്നെയാണോ പോലീസ് വ്യക്തമാക്കുന്നത്? ഹരികുമാറും ശ്രീധുവും തമ്മിലുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിൽ ശ്രീധുവിന് പങ്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ഹരികുമാർ തന്നെ ചെയ്തതാണ്. അത് ഈ പെട്ടെന്ന് ഉണ്ടായ, ഈ കുഞ്ഞ് കരഞ്ഞപ്പോഴുണ്ടായ ഒരു പ്രകോപനമാണ് എന്നുള്ളതും മറ്റുമാണ് ഈ മൊഴി നൽകിയിരിക്കുന്നത്. ഈ ശ്രീധുവിനെ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഈ സാമ്പത്തിക തട്ടിപ്പിൽ ശ്രീധുവിന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക്. പക്ഷേ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിൽ ശ്രീധുവിന് കാര്യമായ പങ്കില്ല. അത് ഈ ശ്രീധു അറിഞ്ഞല്ല ഹരികുമാർ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അത്തരം ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. കുറ്റപത്രവും ആ രീതിയിലായിരിക്കും വരിക. 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതി. ശ്രീധുവിനെതിരെയുള്ളത് സാമ്പത്തിക തട്ടിപ്പിനുള്ള കേസാണ് എടുത്തിട്ടുള്ളത്. അതിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ പലരിൽ നിന്നും തട്ടിയെടുത്തു എന്ന പരാതിയിലാണ് ശ്രീധുവിനെതിരെ കേസെടുത്തിട്ടുള്ളത്. കൊലപാതകത്തിൽ ഇപ്പോൾ ഹരികുമാർ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിവരങ്ങളാണ് സാജിദ് അജ്മൽ നൽകിയത്.